അമേരിക്കയിൽ ഉപരിപഠനം സ്വപ്നം കാണുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും വലിയൊരു ആഘാതം സൃഷ്ടിച്ചുകൊണ്ട് US ഇമിഗ്രേഷൻ നയങ്ങളിലെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവന്നു. ട്രംപ് ഭരണകൂടം F1 സ്റ്റുഡന്റ് വിസ നിയമങ്ങളിൽ വരുത്തിയ കടുപ്പമേറിയ മാറ്റങ്ങളെ തുടർന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്ന US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിസകളിൽ 62% വൻ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചൈനീസ് വിദ്യാർത്ഥികൾ നേരിട്ട വിസ നിരക്കിലിന്റെ ഇരട്ടിയിലധികമാണ് ഇന്ത്യൻ അപേക്ഷകർ നേരിട്ട തകർച്ച. അമേരിക്കൻ ഉപരിപഠന മേഖലയെയും അതിനുശേഷമുള്ള തൊഴിൽ വിപണിയെയും ആകെ മാറ്റിമറിക്കുന്ന ഈ പുതിയ നിയമങ്ങളെക്കുറിച്ചും നിലവിൽ US പഠിക്കുന്നവരും പുതിയതായി അപേക്ഷിക്കുന്നവരും അറിഞ്ഞിരിക്കേണ്ടുന്ന നിർണായക മാറ്റങ്ങളെക്കുറിച്ചും വിശദമായി നോക്കാം. US സെന്റർ ഫോർ ഇമിഗ്രേഷൻ സ്റ്റഡീസ് പുറത്തുവിട്ട ഏറ്റവും പുതിയ പഠന റിപ്പോർട്ട് പ്രകാരം മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള പ്രധാന പ്രവേശന സീസണിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച F1 വിസകളുടെ എണ്ണം 22,149 കുത്തനെ കുറഞ്ഞു. മുൻവർഷം ഇതേ കാലയളവിൽ 58,694 വിസകൾ നൽകിയിടത്താണ് ഈ 62% കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ശരാശരി കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം 60% കുറവാണ് ഇത്. അതേസമയം ചൈനീസ് വിദ്യാർത്ഥികൾക്ക് അനുവദിച്ച വിസകളിൽ 34% കുറവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അമേരിക്കയിലെ സർവകലാശാലകളിൽ ഏറ്റവും അധികം വിദേശ വിദ്യാർത്ഥികളുള്ള രാജ്യമായി ഇന്ത്യ തുടരുമ്പോഴാണ് ഈ അടിയന്തര വിസ വെട്ടിക്കുറയ്ക്കലുകൾ ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ അപേക്ഷകരെ ഇത്രത്തോളം പ്രതികൂലമായി ബാധിച്ചതിന് പിന്നിൽ US ഹോംലാൻഡ് സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റ് നടപ്പിലാക്കിയ 4 പ്രധാന വിസ നിബന്ധനകളാണ്. ഒന്നാമതായി, പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് എന്ന സംവിധാനം പൂർണ്ണമായി റദ്ദാക്കി. പഴയ നിയമപ്രകാരം ഒരു വിദ്യാർത്ഥി സർവകലാശാലകളിൽ കോഴ്സ് തുടരുന്നിടത്തോളം കാലം എത്ര വർഷം വേണമെങ്കിലും വിസ കാലാവധി നീട്ടി അമേരിക്കയിൽ തുടരാമായിരുന്നു. എന്നാൽ സെപ്റ്റംബർ 15 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമപ്രകാരം അപേക്ഷകരുടെ പാസ്പോർട്ടിലും I-94 രേഖകളിലും പരമാവധി 4 വർഷത്തെ നിശ്ചിത കാലാവധി മാത്രമായിരിക്കും അനുവദിക്കുക. 4 വർഷത്തിനുള്ളിൽ കോഴ്സ് പൂർത്തിയാക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇന്റർനാഷണൽ സ്റ്റുഡന്റ് അഡ്വൈസർ വഴി വിസ നീട്ടാൻ കഴിയുകയില്ല. പകരം USCISൽ ഫോം I-539 വഴി ഫോർമൽ എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റേ അപേക്ഷ സമർപ്പിക്കണം. ഇതിനായി ബയോമെട്രിക് പരിശോധനകൾക്കും പശ്ചാത്തല വെരിഫിക്കേഷനും വിദ്യാർത്ഥികൾ വിധേയരാകേണ്ടി വരും. രണ്ടാമതായി, കോഴ്സ് പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിൽ തുടരാൻ ലഭിച്ചിരുന്ന സാവകാശം അഥവാ ഗ്രേസ് പീരീഡ് വെട്ടിച്ചുരുക്കി. പഴയ നിയമപ്രകാരം കോഴ്സ് കഴിഞ്ഞ ശേഷം 60 ദിവസത്തെ ഗ്രേസ് പീരീഡ് ലഭിച്ചിരുന്നുവെങ്കിൽ പുതിയ നിയമത്തിൽ അത് കൃത്യമായി 30 ദിവസമായി കുറച്ചിരിക്കുകയാണ്. ഈ 30 ദിവസത്തിനുള്ളിൽ പുതിയ കോഴ്സിലേക്ക് മാറുകയോ അല്ലെങ്കിൽ OPT അപേക്ഷ സമർപ്പിക്കുകയോ രാജ്യത്ത് നിന്ന് മടങ്ങുകയോ ചെയ്തില്ലെങ്കിൽ അത് നിയമവിരുദ്ധമായ താമസമായി കണക്കാക്കും. മൂന്നാമതായി, സർവകലാശാല മാറ്റങ്ങൾക്കും കോഴ്സ് മാറ്റങ്ങൾക്കും മേൽ കൊണ്ടുവന്ന പുതിയ നിയന്ത്രണങ്ങളാണ്. അണ്ടർ ഗ്രാജുവേറ്റ് വിദ്യാർത്ഥികൾ ആദ്യ അക്കാദമിക് വർഷത്തിൽ സബ്ജക്റ്റോ മേജറോ മാറ്റാനോ മറ്റ് യൂണിവേഴ്സിറ്റികളിലേക്ക് ട്രാൻസ്ഫർ ആകാനോ പാടില്ലെന്ന് നിയമം വ്യക്തമാക്കുന്നു. കൂടാതെ ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ഒരു വിദ്യാർത്ഥി വീണ്ടും അതേ തലത്തിലോ അതിലും താഴെയുള്ള മറ്റൊരു കോഴ്സിലേക്ക് ചേർന്നാൽ വിസ കാലാവധി നീട്ടുന്ന പ്രവണത പൂർണ്ണമായി നിരോധിച്ചു കഴിഞ്ഞു. നാലാമതായി, പഠനത്തിന് ശേഷമുള്ള തൊഴിൽ ആനുകൂല്യങ്ങളായ ഓപ്ഷണൽ പ്രാക്ടിക്കൽ ട്രെയിനിങ്, STEM OPT എന്നിവയ്ക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഭീഷണികളാണ്. നിലവിൽ അമേരിക്കയിൽ OPT വഴി ജോലി ചെയ്യുന്ന ആകെ വിദേശ പ്രൊഫഷണലുകളിൽ പകുതിയോളം പേർ, അതായത് 1,43,000-ലധികം ആളുകൾ ഇന്ത്യക്കാരാണ്. STEM OPT ചെയ്യുന്നവരിൽ 68% ഇന്ത്യൻ ബിരുദധാരികളാണ്. ഇതിൽ ഇമിഗ്രേഷൻ നിയന്ത്രണങ്ങളും ഫോം I-140 H-1B വിസകളിൽ കൊണ്ടുവരുന്ന ഉയർന്ന ഫീസുകളും കാരണം പഠനം കഴിഞ്ഞ ഉടൻ അമേരിക്കൻ കമ്പനികളിൽ ജോലി കണ്ടെത്തുന്നത് കൂടുതൽ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഉപരിപഠനത്തിനായി പോകാൻ തയ്യാറെടുക്കുന്ന അപേക്ഷകരും നിലവിൽ US-ലുള്ള വിദ്യാർത്ഥികളും ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമതായി, അമേരിക്കയിലുള്ള നിലവിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ I-20 എൻഡ് ഡേറ്റും പാസ്പോർട്ട് കാലാവധിയും കൃത്യമായി പരിശോധിക്കുക. 4 വർഷത്തെ കാലാവധി അവസാനിക്കുന്നതിന് കുറഞ്ഞത് 90 ദിവസങ്ങൾക്ക് മുൻപെങ്കിലും USCISൽ എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റേ ഫയൽ ചെയ്യാൻ തയ്യാറെടുക്കുക. രണ്ടാമത്തേതായി, കോഴ്സ് പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ OPT EAD വർക്ക് പെർമിറ്റ് അപേക്ഷകൾ സമർപ്പിക്കുക. പുതിയ 30 ദിവസത്തെ ഗ്രേസ് പീരീഡ് അവസാനിക്കുന്നതിന് മുൻപ് അപേക്ഷകൾ USCISൽ പ്രോസസ്സിംഗിനായി എത്തിയിരിക്കണം. മൂന്നാമതായി, വാടക കുടിശ്ശിക വരുത്തുക, ട്രാഫിക് ടിക്കറ്റുകൾ അടയ്ക്കാതെ ഇരിക്കുക, അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് കുടിശ്ശിക വരുത്തുക തുടങ്ങിയ ചെറിയ നിയമലംഘനങ്ങൾ പോലും വിസ റദ്ദാക്കാനും ഡിപ്പോർട്ടേഷൻ നോട്ടീസുകളിലേക്ക് നയിക്കാനും സാധ്യതയുള്ളതിനാൽ വിദ്യാർത്ഥികൾ അതീവ ജാഗ്രത പാലിക്കുക. US സർവകലാശാലകളിൽ വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടാകുന്ന ഈ വൻ ഇടിവ്
അമേരിക്കൻ വിദ്യാഭ്യാസ മേഖലയ്ക്കും വൻ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. എങ്കിലും ഇമിഗ്രേഷൻ നയങ്ങൾ കൂടുതൽ കർശനമാക്കുന്ന സാഹചര്യത്തിൽ ഓരോ മലയാളി കുടുംബവും കൃത്യമായ മുൻകരുതലുകൾ എടുക്കുന്നത് അനിവാര്യമായിരിക്കും. അമേരിക്കൻ സ്റ്റുഡന്റ് വിസ, വർക്ക് വിസ നയങ്ങളിലെ ഏറ്റവും പുതിയ മാറ്റങ്ങൾ അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.